യൂഷ്വലി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും ലൈഫിൽ. വറി ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, ദോഷമുണ്ട്. വറി ചെയ്യാത്തത് കൊണ്ട് ഗുണങ്ങളും ഉണ്ട്. കാരണം നമ്മൾ അൺഈസിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആ ചിന്ത, ആ വറി വന്നിട്ടുള്ളത്, അതിനെ വീണ്ടും വീണ്ടും വഷളാക്കും. അപ്പം നമ്മൾ ഈസി ആയിട്ടിരിക്കാൻ ചില മന്ത്രങ്ങൾ ഇതുപോലെ യൂസ് ചെയ്യണം. ഐ എം അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, ഡൂയിങ് ദ റൈറ്റ് തിങ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും ഡ്യൂട്ടിയാണുള്ളത്. കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ എൻ്റേതായ കുറച്ച് ഡ്യൂട്ടി, സെൽഫ് കെയർ കൊടുക്കണം. എൻ്റെ ഇമ്മീഡിയറ്റ് പ്രകൃതിയായിട്ടുള്ള അച്ഛൻ, അമ്മ, ഭാര്യ, കുഞ്ഞ്, സഹോദരങ്ങൾ അല്ലെങ്കിൽ കസിൻസ്, പിന്നെ ഫ്രണ്ട്സ്, ഈ എൻ്റെ നാട്ടുകാർ, ഇവരോട് ഓരോരുത്തരോടും നമുക്ക് ഡ്യൂട്ടിയാണ്. ദേഷ്യമോ സ്നേഹമോ പാടില്ല. അത് രണ്ടും നമ്മളെ അവർക്കൊരു നൂലിട്ട് കൊടുക്കുകയാണ്, നമ്മുടെ മേലൊരു കൺട്രോൾ അവർക്ക് കിട്ടും. അപ്പോൾ അത്തരം കൺട്രോളുകൾ ഒഴിവാക്കണമെങ്കിൽ എല്ലാവരോടും ഡ്യൂട്ടി എന്നുള്ള മൈൻഡിൽ നമ്മൾ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ എക്സ്ട്രീം റിലാക്സ് ആവും. കാരണം സ്നേഹത്തിനും വെറുപ്പിനും മാത്രമേ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും അപകടം പിടിച്ച സാധനമാണ്. പിന്നെ നമ്മൾ ഒരു ഹയർ സെൽഫിൻ്റെ, ഒരു ഡിവൈൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ ഭൂമിയിൽ നിന്നല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ എന്ന് ചിന്തിക്കണം. നമ്മൾ ഒരു ഹയർ സെൽഫിൻ്റെ, ഒരു ഡിവൈൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ ഭൂമിയിൽ നിന്നല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ എന്ന് ചിന്തിക്കണം. ഒരു സെർവൻ്റോ അല്ലെങ്കിൽ നമ്മളിലൂടെ ഇവിടെ ഒരു ഹയർ സെൽഫ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഡിവൈൻ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഡ്യൂട്ടി മൈൻഡ് കൂടും. നമുക്ക് സെർവൻ്റ് മൈൻഡ് വേണം. നമുക്ക് ഓഫ് കോഴ്സ് വി ഷുഡ് ഫീൽ പ്രൗഡ് അബൌട്ട് അവർ സെൽഫ്, വി ഷുഡ് ഫീൽ കിങ്, ക്വീൻ, whatever. At the same time, in a practical world, you are all servant, അല്ലേ? എല്ലാവരും ഓരോ സർവീസ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്കെങ്കിലും ഒരു സെർവൻറ്റ് മൈൻഡ് കൊണ്ടുവരണം. അതിന് നിങ്ങൾ സെർവൻറ്റ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് വിത്ത് ദ ബെസ്റ്റ് ഹയർ സെൽഫ്, ദ ഡിവൈൻ. അപ്പോൾ പിന്നെ മനുഷ്യരുടെ അടുത്ത് അത് സെർവൻറ്റ് മൈൻഡ് കൊണ്ടുവരാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും. Moreover, think like I am the servant of divine and I am doing some duty for this particular company or manager or whoever. സോ ഇങ്ങനെയൊക്കെ ഈ അൺഈസിനെസ് നിന്ന് ഈസി ആയിട്ട് മൈൻഡിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ എക്സ്ട്രീംലി റിലാക്സ്ഡ് ആവും. ദെൻ ലോ ഓഫ് അട്രാക്ഷൻ എക്സിക്യൂട്ടഡ് ആവും. നിങ്ങളൊരു റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒടുക്കത്തെ മാനിഫെസ്റ്റേഷൻ പവർ വരും. വാട്ട് എവർ യു തിങ്ക് നിങ്ങൾക്ക് അത് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ തിങ്ക് യു ആർ ദ സെർവൻറ്റ് ഓഫ് ഡിവൈൻ. ഈ അൺഈസിനെസ് നിന്ന് ഈസി ആയിട്ട് മൈൻഡിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ എക്സ്ട്രീംലി റിലാക്സ്ഡ് ആവും. ദെൻ ലോ ഓഫ് അട്രാക്ഷൻ എക്സിക്യൂട്ടഡ് ആവും. നിങ്ങളൊരു റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒടുക്കത്തെ മാനിഫെസ്റ്റേഷൻ പവർ വരും. വാട്ട് എവർ യു തിങ്ക് നിങ്ങൾക്ക് അത് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ തിങ്ക് യു ആർ ദ സെർവൻറ്റ് ഓഫ് ഡിവൈൻ ആൻഡ് ഓൾവേസ് ഹാവ് ഡ്യൂട്ടി ടുവാർഡ്സ് യു ഇറ്റ് സെൽഫ്, ടു ദ പീപ്പിൾ അറൗണ്ട് യു, ടു എനിത്തിങ് അറൗണ്ട് യു. ഇപ്പോൾ ഈ വീട് ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയാണ് വീടിനോടുള്ള. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഐ മീൻ ലൈഫുള്ളതും ലൈഫില്ലാത്തതുമായിട്ടുള്ള ഒബ്ജക്ട്സിനോട് പോലും നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടല്ലേ. അപ്പോൾ ഡ്യൂട്ടി ചെയ്യുക ഒന്നിനോടും. ഇപ്പോൾ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നമുക്ക് ഒബ്സഷൻ വരുന്നത് നോൺ ലിവിങ് തിങ്സിനോടാണ്, ഫോണിനോട്, ലാപ്ടോപ്പിനോട്. അപ്പോൾ അവിടെ പോലും ഡ്യൂട്ടി മാത്രം, ഡ്യൂട്ടി മൈൻഡ് കൊണ്ടുവരണം. സംഭവം നിങ്ങൾ കൊണ്ടുവരും. അതെങ്ങനെയെന്ന് എന്നോട് ചോദിക്കരുത്. ഈ ഫോണിനോട് എന്ത് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി യു ഹാവ് ടു ചാർജ് ഇറ്റ് പ്രോപ്പർലി, വൈപ്പ് ഇറ്റ് പ്രോപ്പർലി, മേ ബി എന്തെങ്കിലും രീതിയിൽ അതിന് ഓവർ ഡ്യൂട്ടി കൊടുക്കരുതെന്ന് തോന്നുകയാണെങ്കിൽ സംഭവം യു മേ അത് മാനേജ് ചെയ്യുക. ഡ്യൂട്ടി മൈൻഡ് കൊണ്ടുവരിക എല്ലാത്തിനോടും. ഒരിക്കലും സ്നേഹവും ദേഷ്യവും ഒന്നിനോടും വെച്ച് പുലർത്തരുത്. ഇറ്റ് വിൽ കൺട്രോൾ യു. നിങ്ങളോട് പോലും നിങ്ങൾക്ക് ഡ്യൂട്ടിയാണ്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമോ വെറുപ്പായി കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആക്കും, അഹങ്കാരിയാക്കി മാറ്റും, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാളാക്കി മാറ്റും. രണ്ടും ദോഷമാണ്.